ഫോർട്ട് കൊച്ചി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് ഓർമ്മ വരിക? ഫോർട്ട് കൊച്ചിക്ക് ഒരുപാട് വ്യത്യസ്ത സംസ്കാരമുണ്ട്. അതിൽ സംഗീതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം തന്നെയുണ്ട് ഫോർട്ട് കൊച്ചിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പം അത്തരത്തിലൊരു യാത്രയാണ്, സംഗീത യാത്രയാണ്. ഇനി നമുക്ക് ഗസൽ ഗായകൻ ഉമ്പായിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കൊച്ചിയുടെ സ്വന്തം മെഹബൂബായിയുടെ ഓർമ്മയിൽ പ്രവർത്തിക്കുന്ന ഒരു മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്ര എന്നൊരു കലാസംഘടനയുണ്ട് അവിടെ. അതിന് വിശേഷങ്ങൾ തേടിയാണ് അടുത്ത യാത്ര. ഫോർട്ട് കൊച്ചിയിൽ നിന്നും അനശ്വര കൃഷ്ണദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഹായ്, നമ്മളിപ്പോൾ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. അവിടെ കുറേ പാട്ടും കുറേ അധികം പാട്ട് കഥകളുമായി കുറച്ച് മനുഷ്യർ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അറബിക്കടലിനെ മുട്ടിയുരുമിക്കിടക്കുന്ന ഫോർട്ട് കൊച്ചിയുടെ ആത്മാവിന്റെ ഭാഗമാണ് സംഗീതം. ഇവിടുത്തെ സംഗീത സംസ്കാരം തേടിയിറങ്ങിയാൽ ആദ്യം കേൾക്കുന്ന പേര് ഗസൽ ഗായകൻ ഉമ്പായിയുടേതു തന്നെ. മെഹബൂബ് ബായിയുടെ പേര് പരാമർശിക്കാതിരുന്നാൽ ആ സംഗീത ശ്രേണി അപൂർണമാകും. ആ അതുല്യ കലാകാരന്റെ പേരിൽ പ്രവർത്തിക്കുന്ന കലാകൂട്ടായ്മയിലേക്കാണ് ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടറിന്റെ യാത്ര. നേരെ എതിർവശത്തുള്ള തവിട്ട് നിറത്തിലുള്ള ആ കെട്ടിടമാണ് മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്ര. സംഗീതം കൊണ്ട് മാത്രം ഐക്യപ്പെടുന്ന കുറച്ച് മനുഷ്യർ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ കൂടുകയും ഒരുമിച്ച് പാട്ടുപാടുകയും ചെയ്യാറുണ്ട്. മാത്രം ഞാൻ കണ്ടതില്ല, പിരിയുവാൻ നേരത്ത് കാണുവാനാശിച്ച ഒരു മുഖം മാത്രം ഞാൻ കണ്ടതില്ല. 80കളിൽ കേരളത്തിലെ ആദ്യ ഖവാലി ഗ്രൂപ്പായി രാഗ് എന്നൊരു സംഗീത സംഘം രൂപീകരിക്കുന്നു. പ്രശസ്ത ഗായകൻ ഉമ്പായി ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്നാണ് ഈ ഓർക്കസ്ട്ര രൂപീകരിച്ചത്. 1985 രാഗ് മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്ര എന്ന പേരിൽ പുനർനാമകരണം ചെയ്യപ്പെടുന്നു. ഫോർട്ട് കൊച്ചിക്കാരനായ ഹുസൈൻ കെയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സംഘടനയുടെ പ്രവർത്തനം. 1980-കളിൽ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ പരിശ്രമ ഫലമായിട്ട് രൂപം കൊണ്ട ഒരു കലാസംഘടനയാണ്. കേരളത്തിലെ ആദ്യത്തെ ഗസൽ ട്രൂപ്പാണ്. രാഗ് എന്നാണ് അതിന് നാമകരണം ചെയ്തിരുന്നത്. രാഗ് എന്ന് ഉദ്ദേശിക്കുന്ന റേഡിയൻസ് ആർട്സ് ഗ്രൂപ്പ് എന്നാണ് നാമകരണം ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മ്യൂസിക് ട്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് വിഭിന്നമായിട്ട് ഒരു ട്രൂപ്പിന് ജന്മം നൽകിയതാണ് ഒരു ഗസൽ ട്രൂപ്പ്. അപ്പം അതിൻ്റെ സൃഷ്ടികർത്താവ് ശരിക്കും ഉമ്പായി സാഹിബാണ്. അപ്പം ഇന്നിപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു കലാസംഘടന മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞ കലാസംഘടനയാണ്. അതിൽ 38 മെമ്പർമാരുണ്ട്. മെഹബൂബ് മെമ്മോറിയൽ മാത്രമല്ല, കൊച്ചിയുടെ സംഗീത സംസ്കാരത്തെ മുറുകെ പിടിക്കുന്ന നിരവധി ചെറിയ കലാകൂട്ടായ്മകളും ഫോർട്ട് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇക്ബാൽ ഫൗണ്ടേഷൻ, മെഹഫിൽ ഓർക്കസ്ട്ര, കൊച്ചിൻ മ്യൂസിക് സോൺ എന്നിവ അതിൽ ചിലതാണ്. ചിലർ ഗായകർക്കൊപ്പം പാടുന്നു, മറ്റു ചിലർ പാട്ടിനനുസരിച്ച് താളം പിടിക്കുന്നു. ശരിക്കും സംഗീതം മാത്രം അലയടിച്ച് നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ കിട്ടുന്ന വല്ലാത്തൊരു ഊർജമുണ്ട്. നയാ പൈസയില്ല കയ്യിൽ, ഒരു നയാ പൈസയില്ല, നയാ പൈസയില്ല കയ്യിൽ, ഒരു നയാ പൈസയില്ല, മഞ്ജു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. സാമ്പത്തികമായി വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിലും 38-ലധികം അംഗങ്ങൾ ചേർന്ന് സംഘടനയെ പിടിച്ചു നിർത്തുന്നു. പുതുതലമുറയിലെ ഗായകരും സംഗീതജ്ഞരും ചേർന്ന് മുന്നോട്ട് നയിക്കുന്നു. നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടങ്ങളൊന്നുമില്ല. നമ്മൾ ഇത്രയും നാളിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഞങ്ങൾ ചെയ്ത ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്.
അത്രയും പരിപാടികളിൽ നമ്മൾ സാമ്പത്തിക ലാഭം നോക്കിയിട്ട് ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ആ പ്രോഗ്രാം സമയത്ത് വരുന്ന നമ്മുടെ ചെലവുകൾ അത് മാത്രം നമ്മൾ മീറ്റ് ചെയ്തിട്ടാണ് പോയിരുന്നത്. അയ്യോ കാക്കച്ചി കൊത്തി പോകും, നോക്കി വെച്ചൊരു കരകരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും. കായലിനരികെ കായലിനരികെ കൊച്ചി കായലിനരികെ കുടികൾ പരത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ, കച്ചവടത്തിന് കച്ചമുറുക്കി കനത്തു നിൽക്കും കമ്പനികൾ. കായലിനരികെ കൊച്ചി കായലിനരികെ കൊച്ചി കായലിനരികെ. ക്യാമറാമാൻ വിനോദ് മീലിലേക്കൊപ്പം അനശ്വര കേദാസ്, 24. അപ്പോൾ അനുവിൻ്റെ പാട്ട്, അനശ്വരയുടെ പാട്ട് സൂപ്പറായി. നമ്മുടെ ഒരു റാപ്പ് സിംഗർ കൂടിയാണ് നമ്മുടെ അനശ്വര. നമ്മുടെ എന്താ പറയുക, ഫ്ലവേഴ്സിൻ്റെ ഫാമിലിയിൽ നിന്നും അനശ്വരയുടേതായിട്ടുള്ളൊരു ഗാനം നേരത്തെ പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു. അപ്പോൾ അവന് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. അവിടെ ഫോർട്ട് കൊച്ചിയിൽ ഇപ്പോഴും ആ പഴയ ഗസലിൻ്റെയൊക്കെ ആ ഈശലുകൾ അതിപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ കുറച്ചുപേരെയാണ് നമ്മളിപ്പോൾ ഈ റിപ്പോർട്ടിലൂടെ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.